Hi everyone, welcome back to another video. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ ഗീ റൈസും അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക കൊണ്ടൊരു വിഭവം കൂടിയാണ്. പിന്നെ ഒരു ഫുൾ ലഞ്ചിന്റെ വീഡിയോ ആണ് ഇത്. എല്ലാത്തിന്റെ ഒന്നും റെസിപ്പി കാണിക്കുന്നില്ല. വെജിറ്റേറിയൻസിന് കഴിക്കാവുന്ന ഒരു ലഞ്ചുമാണ്. അതുപോലെ ഞങ്ങൾ വെജിറ്റേറിയൻസ് അല്ലാത്തതുകൊണ്ട് അതിന്റെ കൂടെ നോൺ വെജും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫുൾ ചിക്കൻ മസാല, ചിക്കൻ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ റെസിപ്പി ആവശ്യമുള്ളവർക്ക് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട്, അത് പോയി കാണാം. ഇനി നമുക്ക് റൈസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നെയ്ച്ചോറിനോ ബിരിയാണിക്കൊക്കെ ഉള്ള അതേ റൈസ് തന്നെയാണിത്. ഇതൊന്ന് കഴുകി അരമണിക്കൂർ കുതിർത്തതാണിത്. ഇനി ഇതിലേക്കുള്ള സ്പൈസസ് ആവശ്യമായത് കുരുമുളക്, ഏലക്കായ, ബേ ലീഫ്, അതുപോലെ പട്ട, ഗ്രാമ്പു, പിന്നെ ഇത് വലിയ ഏലക്കായാണ്, ബ്ലാക്ക് കാർഡമൻ. ഇത് ഒരെണ്ണം മതിയാവും. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് കുക്കർ വെക്കാം. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യും 1 സ്പൂണോളം ഡാൽഡയും ചേർത്തു. ഒരു പകുതി ഉള്ളിയും വലിയ ഉള്ളിയും ചേർത്ത് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച സ്പൈസസ് എല്ലാം ഒന്ന് ചേർക്കാം. ഇനി ഇതൊന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് 1.5 മാഗി ക്യൂബും ചേർത്തു. അതുപോലെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മുടെ ഗാർഡമനാണ്, അതും ചേർത്തു. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചൂടായ വെള്ളമാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ അരി ചേർത്ത് കൊടുക്കാം. കഴുകി വെള്ളത്തിലിട്ട് വാർത്ത് വെച്ച അരിയാണിത്. 3 ഗ്ലാസ് അരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇനി നമുക്ക് 2 നാരങ്ങയുടെ തൊലിയും ചേർത്ത് കുക്കർ അടച്ചു വെക്കാം. ഇതൊന്നായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ മസാല പുരട്ടി വെക്കാം. ചിക്കൻ മസാല പുരട്ടിയതിന് ശേഷം കുക്കർ ഇനി വിസിലൊക്കെ അതിന്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം വേണം തുറക്കാൻ. അപ്പോഴേക്കും അതിലേക്കുള്ള വെജിറ്റബിൾസ് റെഡിയാക്കാം. ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ഞാൻ ഒഴിച്ചത്. മുഴുവനായിട്ട് നെയ്യ് വേണമെങ്കിലും ചേർക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്തു. അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്തൊന്ന് വഴറ്റി ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മറ്റ് വെജിറ്റബിൾസ്, ബീൻസ്, കോളിഫ്ലവർ പോലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു പച്ചമുളകും വെറുതെ പിളർന്നതാണ് ചേർത്തത്. ഞാൻ ചെറുതായി കട്ട് ചെയ്തും ചേർക്കാം. ഞാൻ എടുത്ത് കളയാനുള്ള സൗകര്യത്തിലാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ആ നാരങ്ങയുടെ തൊലി എടുത്ത് മാറ്റാം. ഇനി ഓരോ തവിയായി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. റൈസ് കുറേശ്ശെ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം പതുക്കെ. നമ്മുടെ റൈസും വെജിറ്റബിൾസും ഒക്കെ വെന്താണ്. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് വെണ്ടക്ക മുളകിടുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണിത്. റഫായിട്ട് വെറുതെ കട്ട് ചെയ്താൽ മതി. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. തക്കാളി നന്നായിട്ട് പഴുത്തത് തന്നെ ആയിരിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി എണ്ണ മിക്സ് ചെയ്തൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ആ സമയത്ത് അടച്ചു വെച്ചൊന്ന് കുറച്ച് സമയം കഴിഞ്ഞൊന്ന് ഇളക്കി യോജിപ്പിച്ചാണ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് സിമ്മിൽ വെക്കാം. ചെറിയ തീയിൽ കുറച്ച് സമയം വെക്കാം. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കുഴമ്പ് പരുവായിട്ടുണ്ട്. 1-2 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി അടച്ച് വെച്ച് ഇങ്ങനെ നോക്കണം. അപ്പം ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും തക്കാളി. ഇങ്ങനെ നന്നായി വെന്തതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് വെക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇത്രയേ ഉള്ളൂ ഇതിലേക്കുള്ള മസാല. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിയണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് എണ്ണയിൽ മിക്സ് ചെയ്ത് അതുപോലെ ആയിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. നന്നായി കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയായിരുന്നത്. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് സിമ്മിൽ വെച്ച് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വെണ്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വെണ്ട കട്ട് ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നിച്ച് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതിനകത്ത് വല്ല കേടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് കൂട്ടിപ്പിടിച്ച് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വെണ്ടയ്ക്കെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു പാന് സ്റ്റവിൽ വെക്കാം. ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയിലും ചേർത്ത് നമ്മുടെ വെണ്ടയ്ക്ക പതുക്കെ ചേർത്ത് കൊടുക്കാം. വെണ്ട ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി പരത്തിയിടണം. പരത്തിയിട്ടാലേ പെട്ടെന്ന് അതിന്റെ മുകളിലുള്ള കൊഴുപ്പെല്ലാം മാറി കിട്ടുകയുള്ളൂ. കുറച്ച് ഉപ്പും ചേർത്തൊന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം.
1-2 പ്രാവശ്യം ഇങ്ങനെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും വെണ്ടക്കയുടെ. ഇങ്ങനെ 2-3 പ്രാവശ്യം തുറന്നും അടച്ചും വെച്ചതാണിത്. നോക്കുമ്പോൾ നമ്മുടെ വെണ്ടക്ക റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ വെണ്ടക്ക റെഡിയായി. ഞാനിത് സാധാരണ ചെയ്യാറ് ഇതുപോലെ രണ്ടും കൂടി ഒന്നിച്ചാണ് വെക്കാറ്. ഒരു ഭാഗത്ത് വെണ്ടയും വെക്കും, ഒരു ഭാഗത്ത് നമ്മൾ തക്കാളി മസാലയും വെക്കും. തക്കാളി മസാല റെഡിയാകുമ്പോഴേക്കും നമ്മുടെ വെണ്ടയും പൊരിഞ്ഞു കിട്ടും. ഇനി ഈ വെണ്ടക്ക നമ്മുടെ തക്കാളി മസാലയിലേക്ക് ചേർക്കുന്ന വീഡിയോ മിസ്സായി പോയി. അതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്തൊന്ന് തിളച്ചതിന് ശേഷം സിമ്മിലാക്കി അടച്ചു വെക്കാം. കുറച്ച് കഴിയുമ്പം എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ വെണ്ടക്ക മുളകിട്ടതും റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് ചെറിയ ഉള്ളി കൊണ്ട് കുറച്ച് തൂമിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെയും ഒഴിക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടക്ക മുളകിട്ടത് റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഒരു ഭാഗത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് അതുപോലെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കൂടെ ഒരു ക്യാബേജ് തോരനും ഒരു റൈത്തയും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് പപ്പടവും കാച്ചി. ഇതിൻ്റെ കൂടെ ഒരു ദാലും കൂടെ ഉണ്ട്. ദാല് കുറച്ചും കൂടി ചെയ്യാനുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ദാല് കാണിക്കാത്തത്. അങ്ങനെ ഒരു ഫുൾ മീൽ ഇവിടെ റെഡിയായി. ഒരു വെജിറ്റേറിയൻസിലുള്ള ഒരു ഫുൾ ലഞ്ച് മീലാണിത്. നോൺ വെജുകാരാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു നോൺ വെജും കൂടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, എൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലും ഞാനിടുന്ന പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.